നാളെയുടെ വാഗ്ദാനങ്ങളെ പഠിപ്പിച്ചുയർത്തേണ്ടുന്ന അധ്യാപകൻ തന്നെ ക്രൂര കൊലപാതകത്തിന് കാരണക്കാരനായി തീർന്നു. അപ്പോൾ അവിടെ കൊണ്ട് തീരുന്നില്ല. പിന്നെയും പിന്നെയും വാർത്തകൾ ഇങ്ങനെ പെരുകി വരികയാണ്. അപ്പൻ അമ്മമാരെ അറിയുന്നില്ല. മക്കൾ സ്വന്തം പിതാവിനെയോ മാതാവിനെയോ മനസ്സിലാക്കാതെ ഈ ലോകത്ത് നിന്ന് അവരുടെ പിതാക്കന്മാരെ അല്ലെങ്കിൽ മാതാപിതാക്കളെ കൊല്ലുകയും ഉപദ്രവിക്കുകയും ചെയ്യുന്ന ഒരു കാലഘട്ടം. സഹോദരങ്ങളെ തിരിച്ചറിയുന്നില്ല. മനുഷ്യ സ്നേഹം എന്താണെന്ന് തിരിച്ചറിയുന്നില്ല. ഇങ്ങനെ മനുഷ്യൻ സ്വയത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ജയിലുകളിൽ ഞങ്ങൾ സന്ദർശനം നടത്തുമ്പോൾ ചില വ്യക്തികൾ ഞങ്ങളോട് സംസാരിക്കുന്നത് ഞങ്ങൾ വേദനയോടെ കേട്ടു നിൽക്കുവാറുണ്ട്. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയുന്നത് ഇങ്ങനെയാണ്: അയ്യോ, ഞാനിവിടെ വരേണ്ടവനല്ലായിരുന്നു. എന്റെ ജീവിതത്തിൽ ഇത്തരത്തിലുള്ള ഒരു അബദ്ധം എങ്ങനെ സംഭവിച്ചു എന്ന് എനിക്ക് പോലും അറിയാൻ കഴിയുന്നില്ല. അങ്ങനെ വേദനയോടെ, വളരെ നിലവിളിയോടെ പലരും സംസാരിക്കുന്നുണ്ട്. അവർ പറയുന്നത് ഇങ്ങനെയാണ്: മദ്യം ഉപയോഗിച്ച് മതോമത്തനായ എന്നെ നിയന്ത്രിക്കുവാൻ എനിക്ക് സാധ്യമായില്ല. ഇങ്ങനെ നോക്കണമേ, ലഹരിക്ക് അടിമയായി ലഹരിയുടെ പിന്നാലെ പോയിരുന്ന അല്പനേരത്തെ സുഖത്തിനും സന്തോഷത്തിനും വേണ്ടി അമിതമായി ലഹരി ഉപയോഗിച്ചതിന് ശേഷം വീട്ടുകാരെയോ ബന്ധുക്കളെയോ ചാർച്ചക്കാരെയോ സഹോദരങ്ങളെയോ അറിയാതെ ഒറ്റ നേരത്തെ അല്ലെങ്കിൽ അല്പനേരത്തെ തന്നെ പ്രകോപിപ്പിക്കുന്ന ആ ദേഷ്യത്തിൽ അടുത്തു നിൽക്കുന്ന ആരെന്ന് നോക്കാതെ മദ്യപിച്ച ആ മനുഷ്യൻ അടുത്ത വ്യക്തിയെ കൊല്ലുകയും ഉപദ്രവിക്കുകയും ചെയ്യുന്നു. നോക്കണം, പണ്ട് കാലങ്ങളിൽ 30-40 വയസ്സിനുള്ളവരായിരുന്നു ഇതുപോലെ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ചു കൊണ്ടിരുന്നത്. എന്നാൽ ഈ കാലഘട്ടത്തിൽ ആണെന്നോ പെണ്ണെന്നോ വ്യത്യാസമില്ലാതെ സകലരും ലഹരി പദാർത്ഥത്തിന് അടിമയായി മാറിക്കൊണ്ടിരിക്കുന്ന വേദനാജനകമായ വാർത്തകൾ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ നിറഞ്ഞു നിൽക്കുകയാണ്. 13 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പെൺകുഞ്ഞ് ലഹരി പദാർത്ഥത്തിന് അടിമയായിരുന്നത് ഈ കഴിഞ്ഞ വാർത്തകളിൽ നമ്മൾ കാണുവാനിടയായി തീർന്നു. ആ കുഞ്ഞിന് മാതാവില്ലാത്തത് കൊണ്ടോ സഹോദരങ്ങളോ മറ്റാരും ഇല്ലാത്തത് കൊണ്ടല്ല. 3 വർഷക്കാലം MDMA എന്ന് പറയുന്ന മാരകമായ ലഹരി പദാർത്ഥത്തിന് അടിമയായി തീർന്ന വാർത്ത നമ്മൾ കേൾക്കുവാനിടയായി തീർന്നു. നോക്കണം, ആ കുഞ്ഞിന്റെ ജീവിതം നാശത്തിലേക്ക് പോയിക്കൊണ്ടിരുന്ന ഒരവസ്ഥ. സയൻസ് പ്രകാരമാണ് പറയുന്നത്, ലഹരി ഉപയോഗിക്കുന്ന ഒരു മനുഷ്യൻ 6 വർഷത്തിനപ്പുറമായി ജീവിക്കുവാൻ സാധ്യതയില്ല. അത്രയും വളരെ കാഠിന്യമേറിയ ലഹരിയാണ് MDMA എന്ന് പറയുന്ന ലഹരി പദാർത്ഥം. ഇതിന്ന് സ്കൂളുകളിലും കോളേജുകളിലും കലാലയങ്ങളിലും വ്യാപകമായി വിറ്റഴിയപ്പെടുകയാണ്. മുട്ടായിയുടെ രൂപത്തിലും വളരെ സ്നാക്സ് പദാർത്ഥങ്ങളിലും പാനീയങ്ങളിലും ഇത് കലരുന്നു എന്നത് മറ്റൊരു സത്യമാണ്. പ്രിയമുള്ളവരെ, ഇന്നത്തെ കാലഘട്ടം എങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്? ഈ കാലഘട്ടം മനുഷ്യന്റെ ജീവിതത്തെ തകർത്തുകൊണ്ടിരിക്കുന്നു. മനുഷ്യനല്ലാതായി മാറിക്കൊണ്ടിരിക്കുന്നു. മാനത്തോടിരിക്കുന്ന മനുഷ്യൻ വിവേകഹീനനായാൽ അവൻ നശിച്ചു പോകുന്ന മൃഗത്തിന് തുല്യനത്രയെന്ന് വിശുദ്ധ വേദപുസ്തകം വളരെ വ്യക്തമായി രേഖപ്പെടുത്തുന്നു. ഈ ദേശത്തേക്ക് ഞങ്ങൾ കടന്നു വന്നിരിക്കുന്നത് ഇത്തരത്തിലുള്ള ഒരു സന്ദേശം മനുഷ്യനിലേക്ക് എത്തിക്കുക എന്നത് മാത്രമാണ്. മനുഷ്യൻ പാപത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ മനുഷ്യന്റെ ജീവിതം പാപത്തിൽ നിന്ന് രക്ഷ നേടണം, മനുഷ്യൻ നല്ലൊരു നിലവാരത്തിലേക്ക് എത്തിച്ചേരണം എന്നുള്ള ആഗ്രഹത്തോടു കൂടിയാണ് ഞങ്ങൾ ഈ സന്ദേശവുമായി ഇവിടെ എത്തിയിരിക്കുന്നത്. സാക്ഷരതയിൽ മുമ്പിൽ നിൽക്കുന്നതാണ് നമ്മുടെ കൊച്ചു കേരളം. അപ്പോൾ തന്നെ നേരത്തെ വാർത്തകൾ നമുക്കറിയാം. ഞാൻ നേരത്തെ പറഞ്ഞു, വളരെ വേദനിപ്പിക്കുന്ന വാർത്തകളാണ് ഇന്ന് നമ്മുടെ ചുറ്റുപാട് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഒരു നല്ലൊരു വാർത്ത ഇന്ന് പകലിൽ ഞങ്ങൾ നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുകയാണ്. ഈ വാർത്ത എന്താണെന്ന് ചോദിച്ചാൽ, സുവാർത്ത എന്ന് പറഞ്ഞാൽ സുവിശേഷം. സുവിശേഷത്തിന്റെ പ്രത്യേകത എന്താണെന്ന്
ഈ ലോകത്തിൽ പലർക്കും അറിയാം. അപ്പോൾ നിങ്ങൾ ചിന്തിച്ചേക്കാം, ലഹരിയിൽ തുടങ്ങി സുവിശേഷത്തിലാണല്ലോ നിങ്ങളുടെ യാത്ര. അത് ഒരു കാലഘട്ടത്തിൽ ഈ ലഹരി ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു കൂട്ടം ചെറുപ്പക്കാരെ നിങ്ങൾക്ക് ഇവിടെ കാണുവാൻ കഴിയുന്നുണ്ട്. ലഹരി ഉപയോഗിച്ചത് കാരണം വീടിനും മാതാപിതാക്കൾക്കും സഹോദരങ്ങൾക്കും ബന്ധുമിത്രാദികൾക്കും ഒരു കാലഘട്ടത്തിൽ സമാധാനം കൊടുക്കാതെ അസമാധാനത്തിന്റെ വക്കിലായിരുന്ന ഒരു കാലഘട്ടം ഞങ്ങളുടെ ജീവിതത്തിനകത്തുണ്ടായിരുന്നു. എന്നാൽ ഇതുപോലൊരു സദ്വർത്തമാനം, ഇതുപോലൊരു സുവിശേഷം ഞങ്ങളുടെ കാതുകളിലേക്ക് എത്തിയപ്പോൾ ഞങ്ങളുടെ ജീവിതത്തിന് ഒരു മാറ്റം സംഭവിക്കാനിടയായി തീർന്നു. മദ്യത്തിന്റെയും കഞ്ചാവിന്റെയും മറ്റിതര ലഹരി പദാർത്ഥങ്ങളുടെയും അടിമമുഖത്തിൽ കിടന്നിരുന്ന ഞങ്ങളുടെ ജീവിതത്തിനകത്ത് ഒരു മാറ്റമുണ്ടായി. അത് ഈ സുവിശേഷമാണ്. നേരത്തെ ഞാൻ ഒരുപാട് വാർത്തകൾ പറഞ്ഞു. ദിനം പ്രതി നമ്മുടെ മീഡിയയിൽ എത്തിക്കൊണ്ടിരുന്ന വാർത്തകൾ വളരെ വേദനാജനകമായ വാർത്തമാണ്. എന്നാൽ ഈ സുവിശേഷം എന്ന് പറയുന്നത് സദ്വർത്തമാനം, സുവാർത്ത, നല്ല വർത്തമാനം. ഈ വർത്തമാനം കൊണ്ട് ഇന്ന് ഉലകത്തിൽ ആരും നശിച്ചു പോയിട്ടില്ല. ഈ വർത്തമാനം കൊണ്ട് മനുഷ്യന്റെ ജീവിതത്തിനകത്ത് ഒരുപാട് വ്യത്യസ്തതകൾ ഉണ്ടായിട്ടുണ്ട്. പാപിയായിരുന്ന മനുഷ്യനെ പാപത്തിൽ നിന്നും കരകയറ്റി അവന്റെ ജീവിതത്തെ നല്ലൊരു നിലവാരത്തിലേക്ക് എത്തിക്കുവാൻ വേണ്ടി ഈ ലോകത്തിൽ കടന്നു വന്ന ഒരു വ്യക്തി യേശു കർത്താവാണ്. അപ്പോൾ ഈ യേശു കർത്താവിനെ കുറിച്ച് ഈ ശബ്ദശ്രവണതയിൽ പലർക്കും നന്നായിട്ട് അറിയാം യേശു ആരാണെന്ന്. പലരും പല രീതികളിൽ യേശുവിനെ കുറിച്ച് പറയാറുണ്ട്. യേശു നല്ലൊരു അധ്യാപകനാണ്, യേശു നല്ലൊരു പ്രവാചകനാണ്, യേശു നല്ലൊരു വ്യക്തിയാണ്, യേശു നല്ലൊരു ദൈവമാണ്. ഇങ്ങനെ പലരുടെയും അഭിപ്രായങ്ങൾ ഇന്ന് ഉലകത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ചരിത്രത്തിൽ സ്ഥാനം പിടിച്ചിരിക്കുന്ന ഒത്തിരി മഹാന്മാരുൾപ്പെടെ യേശു ക്രിസ്തുവിനെ കുറിച്ച് നല്ല വർത്തമാനങ്ങൾ പറയുവാനിടയായിട്ടുണ്ട്. ആരാണ് യേശു? യേശുവിന്റെ സന്ദേശം എന്താണ്? യേശുവിന്റെ ജീവിതം എന്താണ്? യേശുവിന്റെ മാർഗം എന്താണ്? ഈ വാർത്തകളെല്ലാം നമുക്ക് നന്നായിട്ട് അറിയാം. അപ്പോൾ നോക്കണമേ, യേശു ക്രിസ്തുവിനെ കുറിച്ച് ചരിത്ര പുരുഷന്മാർ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിൽ മഹാത്മാഗാന്ധി ഇപ്രകാരം പറയുവാനിടയായി തീർന്നു: യേശു ക്രിസ്തു ഓരോ മനുഷ്യനിൽ ജനിക്കണം എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തു മനുഷ്യന്റെ ഉള്ളിനകത്തേക്ക് വരുമ്പോൾ അവന്റെ പാപം വിട്ട് അവൻ നല്ലൊരു വ്യക്തിയായി മാറുന്നു. യേശു ക്രിസ്തു ഒരു മനുഷ്യന്റെ ജീവിതത്തിനകത്തേക്ക് സ്ഥാനം പിടിച്ചു കഴിഞ്ഞാൽ അവൻ ഈ ലോകത്തിൻ്റെതായ അന്ധകാര ശക്തികളിൽ നിന്നും രക്ഷ നേടുന്നു. അവന് നല്ല സ്വഭാവം ഉണ്ടാകുന്നു. യേശു ക്രിസ്തു നല്ലൊരു അധ്യാപകനെന്ന് മഹാത്മാഗാന്ധി പറയുവാനിടയായി തീർന്നു. നമുക്കറിയാം, വരുന്ന ഓഗസ്റ്റ് 15 സ്വാതന്ത്ര്യം ആഘോഷിക്കുന്ന, അല്ലെങ്കിൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചു എന്നതിന്റെ പേരിൽ ഓഗസ്റ്റ് 15-ാം തീയതി നമ്മൾ ഉൾക്കൊള്ളുകയാണ്. അത് നമ്മൾ വളരെയധികം സന്തോഷത്തോടു കൂടി ആഘോഷിക്കുകയും ചെയ്യുന്നു. എന്നാൽ ഈ ആഘോഷം എല്ലാ മനുഷ്യന്റെയും ജീവിതത്തിൽ വ്യക്തിപരമായി ആഘോഷിക്കുന്നുണ്ട്. എല്ലാവരും അതിനുവേണ്ടി ആത്മാർത്ഥതയോടെ ഇന്ത്യ സ്വാതന്ത്ര്യം ലഭിച്ചു എന്നതിന്റെ പേരിൽ ആഘോഷപൂർണമായ ദിനം കൊണ്ടാടുകയും ചെയ്യും. പക്ഷേ ഈ മനുഷ്യനിൽ സന്തോഷം കൊണ്ടാടുന്ന, സ്വാതന്ത്ര്യം ലഭിച്ചു എന്ന് പറയുന്ന നമ്മുടെ ജീവിതത്തിൽ ഇന്ന് സന്തോഷമുണ്ടോ? സമാധാനമുണ്ടോ? ഒരിക്കലുമില്ല. കാരണം ലഹരി കൊണ്ട് മനുഷ്യന്റെ ജീവിതത്തെ നാശത്തിലേക്ക് തള്ളിക്കൊണ്ടിരിക്കുന്നു. മനുഷ്യൻ വീണ്ടും വീണ്ടും പാപത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. കുഞ്ഞുങ്ങൾ പോലും തിരിച്ചറിയുവാൻ കഴിയാത്ത തരത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. പ്രിയമുള്ളവരെ, നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഒത്തിരി മഹാന്മാര് യേശുവിനെ കുറിച്ച് നല്ല വാർത്തകൾ പറയുവാനിടയായി തീർന്നിട്ടുണ്ട്. സ്വാമി വിവേകാനന്ദൻ ഇപ്രകാരം വിളിച്ചു പറയുവാനിടയായി തീർന്നു: യേശു ക്രിസ്തുവിന്റെ കാലത്താണ് ഞാൻ ജീവിച്ചിരുന്നതെങ്കിൽ എന്റെ കണ്ണുനീർ കൊണ്ടല്ല, എന്റെ ചങ്കിലെ ചോര കൊണ്ട് ഞാൻ അദ്ദേഹത്തിന്റെ പാദങ്ങൾ കഴുകുമായിരുന്നു. നോക്കണം, ഒത്തിരി മഹാന്മാരുടെ അഭിപ്രായങ്ങൾ ഇന്നുലകത്തിലും സ്ഥാനം പിടിച്ചിരിക്കുമ്പോൾ ആ യേശു ക്രിസ്തുവിനെ കുറിച്ച് ഞങ്ങൾക്ക് ഈ കവലയിൽ പ്രസംഗിക്കുവാനുള്ളത്: യേശു നല്ലൊരു വ്യക്തിയാണ്, യേശു നല്ലൊരു ദൈവമാണ്, ആ യേശുവിന്റെ സ്നേഹമാണ് ഇന്ന് പകലിലും ഞങ്ങളെ ഇത്തരത്തിലുള്ള ഒരു സന്ദേശവുമായി ഈ ദേശത്തേക്ക് കടന്നു വരുവാൻ ഇടയായി തീർന്നത്.
പ്രിയമുള്ളവരെ, മനുഷ്യൻ പാപിയായി പാപത്തിന്റെ പടുചേറ്റിലേക്ക് ഇറങ്ങിപ്പോകുമ്പോൾ ഞങ്ങൾ നിങ്ങളോട് വിളിച്ചു പറയുവാൻ ഒരു ആഗ്രഹമുണ്ട്. പാപത്തിലേക്ക് മനുഷ്യ നീ പോകരുതേ. പാപം നിന്നെ നാശത്തിലേക്ക് നയിക്കുന്ന ഒരു പ്രവണതയാണ് എന്നുള്ളത് ഒന്നുകൂടി ഞങ്ങൾ നിങ്ങളോട് വിളിച്ചു പറയുവാൻ ആഗ്രഹിക്കുന്നു. റോഡരികിൽ നമ്മൾ കാണുന്ന ഒരുപാട് സൈൻ ബോർഡുകളുണ്ട്. ഇവിടെയും നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് ഒരു സൈൻ ബോർഡ്. ഒരു സ്ഥലത്തേക്കുള്ള ഒരു പേരെഴുതി വെച്ചിട്ടുണ്ട്. ആ പേര് അങ്ങോട്ട് ഒരു ആരോ മാർഗം വെച്ചിട്ടുണ്ട്. ഇതിന് കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങോട്ടൊരു വഴിയുണ്ടെന്നും ഇന്ന സ്ഥലം അവിടെയാണ് എന്നതിന്റെയും ഉറപ്പാണ്. മാത്രമല്ല, ഈ റോഡരികിൽ ഒരുപാട് തലങ്ങളിൽ ഒരുപാട് സൈൻ ബോർഡുകളുണ്ട്. വളവുണ്ട്, പതുക്കെ പോകുക, സൂക്ഷിച്ചു പോകുക, ശ്രദ്ധിക്കുക എന്നിങ്ങനെ ഒത്തിരി സൈൻ ബോർഡുകൾ വെച്ചിരിക്കുന്നു. എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രിയമുള്ളവരെ, അവിടെ സൂക്ഷിച്ചു പോകേണ്ടത് ആവശ്യമാണ്. അവിടെ സൂക്ഷിക്കാതെ പോയി കഴിഞ്ഞാൽ വളരെ വലിയ അപകടം പതുങ്ങിയിരിക്കുന്നു. ആ അപകടത്തിലേക്ക് മനുഷ്യ നീ വിടരുതേ എന്നുള്ള ഒരു സൈൻ ബോർഡാണ്. അങ്ങനെയെങ്കിൽ ഞങ്ങൾ നിങ്ങളോട് വിളിച്ചു പറയട്ടെ, ഈ ഒരു സന്ദേശം നിങ്ങളുടെ ജീവിതത്തിനകത്ത് പാപത്തിലേക്ക് നിങ്ങൾ തള്ളിടാതിരിക്കേണ്ടതിന് നിങ്ങളോട് അറിയിക്കുന്ന ഒരു സന്ദേശമാണ്. വിശുദ്ധ വേദപുസ്തകം പറയുന്നു മനുഷ്യൻ പാപിയാണ്. അപ്പോൾ നിങ്ങൾ ചിന്തിച്ചേക്കാം, വേദപുസ്തകം മാത്രമല്ലേ പറയുന്നത് മനുഷ്യൻ പാപിയാണ്? ഇല്ല പ്രിയമുള്ളവരെ, മനുഷ്യൻ പാപിയാണ് എന്ന് വിശുദ്ധ വേദപുസ്തകം മാത്രമല്ല, ഉലകത്തിൽ ഇന്ന് കാണപ്പെടുന്ന എല്ലാ മതഗ്രന്ഥങ്ങളും ഒരുപോലെ മനുഷ്യനെ പാപിയെന്ന് മുദ്രകുത്തുകയാണ്. ഏതൊക്കെ മതങ്ങളാണ്? ഇന്ത്യയിൽ പ്രാബല്യം കൊണ്ടിരിക്കുന്ന ഒത്തിരി മതങ്ങളുണ്ട്. ആ മതങ്ങളെല്ലാം ഒരുപോലെ മനുഷ്യനെ പാപി എന്ന മുദ്ര കുത്തുകയാണ്. സിഖ് മതത്തിന്റെ ഗ്രന്ഥസാഹിബ് വിളിച്ചു പറയുന്നു മനുഷ്യൻ പാപിയാണ്. ബുദ്ധമതത്തിന്റെ ത്രിപീഠകയും ജൈനമതത്തിന്റെ ആഗമസൂത്രമയും പാഴ്സികളുടെ സ്വന്തവസ്ഥയും യഹൂദന്മാരുടെ തോറയും മുസ്ലിങ്ങളുടെ ഖുറാനും ഹിന്ദു മതങ്ങളുടെ വേദങ്ങളും ഒരുപോലെ വിളിച്ചു പറയുന്നു മനുഷ്യൻ പാപിയാണ്. അപ്പോൾ ഈ ഉലകത്തിലെ എല്ലാ ഗ്രന്ഥങ്ങളും മനുഷ്യനെ പാപി എന്ന മുദ്ര കുത്തുമ്പോൾ വ്യത്യസ്തമായ ഒരു പുസ്തകം, ഇന്ന് ലോകത്തിൽ ഏറ്റവും കൂടുതൽ വിറ്റഴിയപ്പെടുന്നതും ഏറ്റവും കൂടുതൽ ആളുകൾ വായിക്കുന്നതും ഏറ്റവും കൂടുതൽ ആളുകൾ വിശ്വസിക്കുന്നതുമായ ഒരു പുസ്തകമുണ്ട്. ആ പുസ്തകം അത്രേ വിശുദ്ധ വേദ പുസ്തകം. വിശുദ്ധ വേദ പുസ്തകത്തിനകത്ത് മനുഷ്യനെ കുറിച്ച് വളരെ വ്യക്തമായ ഒരു ധാരണയുണ്ട്. ഇന്ന് ഉലകത്തിൽ ചിലരൊക്കെ പഠിപ്പിക്കുന്നത് പോലെ അമീബ പരിണമിച്ചാണ് മനുഷ്യനുണ്ടായി. ഇല്ല പ്രിയമുള്ളവരെ, എന്റെ അപ്പൂപ്പനെ കുറിച്ചും എന്റെ അപ്പൂപ്പനെ കുറിച്ചും നന്നായിട്ടറിയാം. നിങ്ങൾക്ക് നന്നായിട്ടറിയാം. നിങ്ങളുടെ അപ്പനപ്പന്മാരെ നന്നായിട്ടറിയാം. അവരുടെ പുറകിലൊന്നും വാലില്ലായിരുന്നു. അവർക്കാരും കുരങ്ങിന്റെ ഷെയ്പ്പുമില്ലായിരുന്നു. എന്നാൽ ചില ടീച്ചിങ്ങുകൾ പറയുന്നത് ഇങ്ങനെയാണ്, മനുഷ്യനുണ്ടായത് അമീബ പരിണമിച്ചാണ്. ഒരിക്കലുമില്ല. മനുഷ്യന്റെ ഉൽപ്പത്തിയെ കുറിച്ച് വിശുദ്ധ വേദ പുസ്തകം അടിവരയിട്ട് പറയുന്നത് എങ്ങനെയാണ്? മനുഷ്യനെ ദൈവം തന്റെ കരങ്ങളാൽ സൃഷ്ടിച്ചു. ആ മനുഷ്യനിലേക്ക് ദൈവത്തിന്റെ നിത്യമായ ശ്വാസം പകരുവാനിടയായി തീർന്നു. ആ മനുഷ്യനായി ആത്മാവുള്ളവനായി ഒരു വ്യക്തിത്വമായി മാറുവാനിടയായി തീർന്നു. അങ്ങനെയെങ്കിൽ എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നിങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് നന്നായിട്ടറിയാം. മനുഷ്യന്റെ ജീവിതത്തെ കുറിച്ച് വളരെ നന്നായിട്ടറിയാം. അപ്പോൾ ദൈവമാരാണെന്നും ദൈവമാണ് നമ്മെ സൃഷ്ടിച്ചതെന്നും നമുക്ക് നന്നായിട്ടറിയാം. എന്നിട്ടും മനുഷ്യൻ ദൈവത്തെ വിട്ടകന്ന മനുഷ്യൻ പാപത്തിലേക്ക് ആഴ്ന്നു കിടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം, അവനവന്റെ സന്തോഷത്തിനും സുഖത്തിനും വേണ്ടി മനുഷ്യൻ ജീവിക്കുന്ന ഒരു കാലഘട്ടം. കഴിഞ്ഞ ദിനങ്ങളിൽ വയനാടിന്റെ ഭാഗത്തുണ്ടായ ചില വേദനിപ്പിക്കുന്ന വാർത്തകൾ നമ്മൾ കണ്ടതും കേട്ടതുമാണ്. അവിടെയും ഇന്നും ഒത്തിരി പേരെ കാണുവാനുണ്ട്. ഒത്തിരി പേര് ദുഃഖത്തിലായിരിക്കുന്നുണ്ട്. പ്രിയമുള്ളവരെ, ഏതു സമയത്തും നമ്മൾ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുവാൻ സാധ്യതയുണ്ട്. വളരെ സുന്ദരമായ നാട്, ആ ദേശത്തിൽ ഇങ്ങനെ വന്നു. ലോകത്തിന്റെ പല കോണുകളിലും പലവിധമായ പ്രശ്നങ്ങൾ കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നു. അപ്പോഴും മനുഷ്യന്റെ അഹങ്കാരത്തിന് ഒരു കുറവുമില്ല. മനുഷ്യനായി മാറുന്നില്ല, മനുഷ്യസ്നേഹിയായി മാറുന്നില്ല എന്നുള്ളത് മറ്റൊരു നമുക്ക് ചിന്തിക്കുവാൻ പോലും കഴിയാത്ത ഒരവസ്ഥയാണ്. അങ്ങനെയെങ്കിൽ എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഇന്ന് പകലിൽ ഞങ്ങൾക്ക് നിങ്ങളോട് വിളിച്ചു പറയുവാനുള്ളത്, മനുഷ്യൻ പാപിയായി തീർന്നുകൊണ്ടിരിക്കുന്നു.
എല്ലാ മതങ്ങളും എല്ലാ ഗ്രന്ഥങ്ങളും ഒരുപോലെ വിളിച്ചു പറയുന്ന മനുഷ്യൻ പാപിയാണ്. എന്നാൽ നേരത്തെ ഓർമ്മപ്പെടുത്തിയതുപോലെ വിശുദ്ധ വേദ പുസ്തകം ഓർമ്മപ്പെടുത്തുന്നു, മനുഷ്യൻ പാപിയാണ്. പക്ഷേ മനുഷ്യന് പാപത്തിൽ നിന്നും രക്ഷകയറുവാനുള്ള ഒരു മാർഗം നിർദ്ദേശിക്കുന്ന ഒരേ ഒരു പുസ്തകമുണ്ട് എങ്കിൽ അത് ഞങ്ങൾ പ്രഖ്യാപിക്കുന്ന വിശുദ്ധ വേദ പുസ്തകമാണ്. ആ വേദപുസ്തകത്തിന് മാത്രമേ മനുഷ്യരെ മനുഷ്യനായി മാറ്റുവാൻ കഴിയുകയുള്ളൂ. നരഭോജികളായിരുന്ന വ്യക്തികളെ നരസ്നേഹികളാക്കി മാറ്റിയത് ഈ വേദപുസ്തകമാണ്. ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ മനുഷ്യന് പച്ചയോടെ പച്ചമാംസത്തോടെ കഴിച്ചിരുന്ന ഒരു കൂട്ടം ജനതയുണ്ടായിരുന്നു. ആ ജനത ഇന്നും നരസ്നേഹികളായി മനുഷ്യരെ സ്നേഹിക്കുന്നവരായി മാറിയത് ഈ സുവിശേഷ സന്ദേശമാണ്. അതുകൊണ്ട് തന്നെ നെഞ്ചി വിരിച്ച് നെറ്റി വരുത്തി ചങ്കുറ്റത്തോടെ ഈ ദേശത്തോട് ഞങ്ങൾക്ക് വിളിച്ചു പറയുവാനുള്ളത്, പ്രിയരെ, നിങ്ങളെയും ഈ സുവിശേഷം സ്നേഹിക്കുകയാണ്. ഈ സുവിശേഷത്തിന്റെ അകത്ത് യേശു ക്രിസ്തു എന്ന് പറയുന്ന വ്യക്തിയുണ്ട്. ആ വ്യക്തി ആരാണ്? ഉലക ചരിത്രത്തിലേക്ക്, താണഭൂമിയിലേക്ക് മനുഷ്യന്റെ പാപത്തിന് പരിഹാരമായി യാഗമായി ഒരുവൻ അറുക്കപ്പെട്ടു. അവനാണ് യേശു ക്രിസ്തു. ഇത് ലോകത്തിന്റെ പല കോണുകളിലും നേർച്ചകളും കാഴ്ചകളും വഴിപാടുകളും ചെയ്തുകൊണ്ട് മനുഷ്യന്റെ പാപത്തിന്റെ പരിഹാരത്തിനു വേണ്ടി പലവിധമായ നേർച്ചകളും കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ, പ്രിയമുള്ളവരെ, ഞങ്ങൾ വിളിച്ചു പറയുന്ന സന്ദേശത്തിന് നിങ്ങളുടെ പാപത്തിന് പൂർണ്ണമായിട്ടും രക്ഷിക്കുവാൻ കഴിയും. ആ പാപത്തിൽ നിന്ന് നിങ്ങൾക്ക് വിമുക്തി നേടുവാൻ കഴിയും. വിശുദ്ധ വേദ പുസ്തകത്തിനകത്ത്, റോമർക്ക് എഴുതിയ ലേഖനത്തിനകത്ത് ഇപ്രകാരം വിളിച്ചു പറയുന്നുണ്ട്, ഏത് മനുഷ്യന്റെ കടും ചുവപ്പായ പാപമായാലും അത് ഹിമത്തോളം വെളുപ്പിക്കാമെന്ന. നോക്കണം, എല്ലാ മനുഷ്യരും ഒരുപോലെ കൊള്ളരുതാത്തവരായി പാപം ചെയ്ത് തെറ്റിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുന്നു എന്ന് വേദപുസ്തകം പറയുന്നു. അങ്ങനെയെങ്കിൽ യേശു കർത്താവ് ഇപ്രകാരം പറയുകയാണ്, പ്രിയമുള്ളവരെ, നിങ്ങളെ യേശു കർത്താവ് സ്നേഹിക്കുന്നു. നിങ്ങളുടെ പാപത്തിന് പരിഹാരമായി അഖിലാണ്ടത്തിന്റെ ഉടയവനായ യേശു ക്രിസ്തു താണഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. ആ യേശുവിന്റെ സ്നേഹം നിങ്ങളെ മാടി വിളിക്കുന്നു. ഈ ലോകത്തിൽ എന്തെല്ലാം ഉണ്ടെന്ന് പറഞ്ഞാലും, നമ്മൾ എന്തെല്ലാം ഉണ്ടാക്കി എന്ന് പറഞ്ഞാലും, പ്രിയമുള്ളവരെ, ഈ ലോകത്തിൽ നിന്ന് നമ്മൾ സകലത ഉപേക്ഷിക്കുന്ന ഒരു നാളുണ്ട്. ചരിത്രത്തിൽ സ്ഥാനം പിടിച്ചിരിക്കുന്ന അലക്സാണ്ടർ ദ ഗ്രേറ്റ്, അദ്ദേഹം ഇങ്ങനെയാണ് തന്റെ ജീവിതത്തിൽ ഉണ്ടായ അനുഭവങ്ങൾ ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. മഹാസമുദ്രത്തെ നോക്കി അദ്ദേഹത്തെ വിളിച്ചു പറഞ്ഞത് ഇങ്ങനെയാണ്, ഹേ മഹാസാഗരമേ, നീ ഒരു കരയായിരുന്നുവെങ്കിൽ ഞാൻ നിന്നെയും പിടിച്ചടക്കുമായിരുന്നു. അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു. എന്നാൽ ചില നാളുകൾ കഴിഞ്ഞപ്പോൾ 30-ാമത്തെ വയസ്സിൽ അദ്ദേഹം ഒരു കൊച്ചു കൊതുകിന്റെ കടിയേറ്റ വളരെ വലിയ രോഗത്തിൽ അനുഭവപ്പെട്ടു. ഇത്ര വലിയ മനുഷ്യനായാലും ഒരു കൊതുക് കടിച്ചാൽ ജീവിതം അവസാനിക്കുമെന്നുള്ളത് പിന്നെയും ചരിത്രകാരനായിരിക്കുന്ന അലക്സാണ്ടർ വിളിച്ചു പറയുന്നു. അദ്ദേഹത്തിന്റെ മരണക്കിടക്കിൽ തന്റെ സഹപ്രവർത്തകരെ അടുത്തേക്ക് വിളിച്ചു പറഞ്ഞിട്ട് അദ്ദേഹം 3 കാര്യങ്ങൾ ആവശ്യപ്പെട്ടു. 1, ഞാൻ മരിക്കുമ്പോൾ എന്റെ ശവമഞ്ചത്തിന്റെ ഇരുഭാഗങ്ങളും 2 തുളകൾ ഉണ്ടാക്കി 2 കൈകളും പുറത്തേക്കിടണം. 2, എന്റെ ശവമഞ്ചം ചുമക്കേണ്ടത് വൈദ്യന്മാരായിരിക്കണം. 3, എന്റെ ശവമഞ്ചം വെക്കേണ്ടുന്ന ശവക്കല്ലറ വളരെ രത്നങ്ങൾ കൊണ്ടും വൈഡൂര്യങ്ങൾ കൊണ്ടും അലങ്കരിച്ചതായിരിക്കണം. 3 കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞപ്പോൾ തന്റെ സഹപ്രവർത്തകർക്ക് വളരെ അദ്ദേഹത്തോട് ചോദിച്ചത് ഇങ്ങനെയാണ്, ഇത് വിചിത്രമായ ഒരു സംഭവമാണല്ലോ. അദ്ദേഹം പറഞ്ഞു, അതെ, ചില കാര്യങ്ങൾ ലോകം അറിയേണ്ടത് ആവശ്യമാണ്. അലക്സാണ്ടർ ചക്രവർത്തി സകലത്തെയും പിടിച്ചടക്കി. എന്നാൽ ലോകം അറിയണം. എന്റെ 2 കരങ്ങളും പുറത്തേക്കിടുമ്പോൾ ചോദിക്കണം, ഇതെന്താണ് ഇങ്ങനെ? അപ്പോൾ പറയണം, അലക്സാണ്ടർ ചക്രവർത്തി എല്ലാം പിടിച്ചടക്കി, പക്ഷേ ഞാനൊന്നും കൊണ്ടുപോകുന്നില്ല. വിശുദ്ധ വേദ പുസ്തകം ഇങ്ങനെ പറയുന്നു, നഗ്നനായി ഞാൻ ലോകത്തേക്ക് വന്നു, നഗ്നനായി തന്നെ പോകും. പ്രിയമുള്ളവരെ, ഈ ലോകത്തിൽ നാം ഒന്നും കൊണ്ടുവന്നിട്ടില്ല. ഈ ലോകത്തിൽ നാം എന്തെല്ലാം വാരിപ്പീട്ടി എന്ന് പറഞ്ഞാലും, എന്തെല്ലാം പിടിച്ചടക്കി എന്ന് പറഞ്ഞാലും, എത്ര പണത്തിന്റെ പിന്നാലെ പോയെന്ന് പറഞ്ഞാലും, നമ്മുടെ ജീവിതം അവസാനിക്കുമ്പോൾ ഇവകളൊന്നും കൊണ്ടുപോകുവാൻ സാധ്യതയില്ല. ഒരു മനുഷ്യനും ഇതുവരെ കൊണ്ടുപോയിട്ടില്ല. ഒരു മനുഷ്യർക്ക് ഇനിമേലാൽ കൊണ്ടുപോകുവാൻ കഴിയത്തുമില്ല. അദ്ദേഹത്തിന്റെ 2-ാമത്തെ കാര്യം എങ്ങനെയാണ്? എന്റെ ശവമഞ്ചം ചുമക്കേണ്ടത് വൈദ്യന്മാരായിരിക്കണം. ഇവിടെ മൾട്ടി സ്പെഷ്യാലിറ്റികൾ ഊറ്റം കൊള്ളുന്ന ഒരു വലിയൊരു സമൂഹമാണ് നമ്മുടെ കൊച്ചു കേരളം എന്ന് പറയുന്നത്. പ്രിയമുള്ളവരെ, ഈ കേരളത്തിനകത്ത് വളരെ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകൾ ഉണ്ടെന്ന് പറഞ്ഞിട്ടും നമ്മുടെ ശരീരത്തിൽ നിന്ന് നമ്മുടെ പ്രാണനെ പിടിച്ചു നിർത്തുവാൻ ഒരു ഡോക്ടേഴ്സിനോ ഒരു വൈദ്യന്മാർക്കോ ഒരു ഹോസ്പിറ്റലിനോ കഴിയുകയില്ല എന്നുള്ള
സത്യമായ വസ്തുത ഈ ലോകം അറിയേണ്ടത് ആവശ്യമാണ്. മുന്നിൽ നിൽക്കുന്ന വൈദ്യന്മാര് തന്റെ ശവമഞ്ചം ചുമക്കുമ്പോൾ ചോദിക്കണം, എന്താണ് കാര്യം? അപ്പോൾ പറയണം, അലക്സാണ്ടർ ചക്രവർത്തിയുടെ ശരീരത്തിൽ നിന്ന് ആത്മാവിനെ പിടിച്ചു നിർത്തുവാൻ ഒരു വൈദ്യനും കഴിയില്ല. പ്രിയമുള്ളവരെ, എത്ര പണമുണ്ടെന്ന് പറഞ്ഞാലും നമ്മുടെ ആത്മാവിനെ നമ്മുടെ ശരീരത്തിൽ നിന്ന് പിടിച്ചു നിർത്തുവാൻ ഒരിക്കലും സാധ്യമല്ല. അതൊരു ഡോക്ടേഴ്സിനും കഴിയുകയില്ല, ഒരു വൈദ്യശാസ്ത്രത്തിനും കഴിയുകയില്ല. അങ്ങനെയെങ്കിൽ എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നമ്മുടെ കൊച്ചു ശരീരത്തിനകത്ത് ഒരു മനുഷ്യനുണ്ട്. നമ്മളെല്ലാവരും പറയാറുണ്ട്, മത്തായി മരിച്ചുപോയി, ലീലാമ്മ മരിച്ചുപോയി, ശോശാമ്മ മരിച്ചുപോയി. മരിച്ചു പോകുന്നത് എങ്ങോട്ടാണ്? പ്രിയമുള്ളവരെ, ശ്രദ്ധയോടെ കേൾക്കണമേ. ഒരു മനുഷ്യന്റെ ജീവിതത്തിനകത്ത് ശരീരം, പലവിധത്തിൽ ശരീരമുണ്ട്. നമ്മുടെ ഇവിടെ നിൽക്കുന്ന പലവർക്കും പലവിധമായ രൂപത്തിലുള്ള ശരീരമാണ്. പക്ഷെ ഇതിനകത്ത് ഒരു ആത്മാവുണ്ട്. ഈ ആത്മാവ് പോകുന്ന ഒരു സമയമുണ്ട്. അത് എവിടേക്കാണ് എന്നുള്ളത് ഈ ശരീരത്തിൽ ഇരിക്കുമ്പോൾ മാത്രമേ ചിന്തിക്കുവാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ടാണ് ഈ സായാഹ്നത്തിൽ ഞങ്ങൾ ഈ സന്ദേശവുമായി ഈ ദേശത്തേക്ക് ഞങ്ങൾ കടന്നു വന്നിരിക്കുന്നത്. ഇതിനകത്ത് ഒരു ആത്മാവുണ്ട്. ഈ ആത്മാവ് ശരീരത്തിൽ ഇരിക്കുമ്പോൾ എങ്ങോട്ട് പോകണമെന്ന് തീരുമാനിക്കുവാൻ കഴിയുകയുള്ളൂ. ശരീരം വിട്ടകന്നു കഴിഞ്ഞാൽ ഒരിക്കലും ഇത് തീരുമാനിക്കുവാൻ കഴിയുകയില്ല. അതിനു മുമ്പായി ഈ സന്ദേശം നിങ്ങളുടെ ജീവിതത്തിന് ഒരു അനുഗ്രഹമായി തീരട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. പ്രിയമുള്ളവരെ, അലക്സാണ്ടർ ചക്രവർത്തി ഇങ്ങനെ പറയുവാനിടയായി തീർന്നു, എന്റെ ശവമഞ്ചം വയ്ക്കുന്ന ശവക്കല്ലറ വൈഡൂര്യങ്ങൾ കൊണ്ട് നിറഞ്ഞതായിരിക്കണം. എന്താണ് അതിന്റെ കാരണം? അദ്ദേഹം പറഞ്ഞു, എല്ലാം പിടിച്ചടക്കിയ എനിക്ക് ഈ ശവക്കല്ലറ വരെ ഇതിനകത്ത് കൊണ്ടുവരുവാൻ അല്ലെങ്കിൽ ഇതിനകത്ത് സൂക്ഷിക്കുവാൻ കഴിയുകയുള്ളൂ. ഇതുവരെ മാത്രമേ എല്ലാം കൂടെ വരികയുള്ളൂ. ഇതിനപ്പുറമായി 6 മണ്ണിനപ്പുറമായിട്ട് ഒന്നും കൂടെ വരികയില്ല. മരണത്തിനപ്പുറമായി പ്രിയമുള്ളവര്, നമ്മുടെ കൂടെ ബന്ധുക്കൾ ഉണ്ടായിരിക്കാം, ചാർച്ചക്കാരുണ്ടായിരിക്കാം, സഹോദരങ്ങൾ ഉണ്ടായിരിക്കാം, എത്ര വലിയ കൂട്ടുകാരുണ്ടെങ്കിലും പ്രിയമുള്ളവര്, 6 മണ്ണിനപ്പുറമായി ആരും കൂടെ വരികയില്ല. നമ്മോട് കൂടെയുള്ളവർ, നമ്മുടെ സഹപ്രവർത്തകർ, ഇവിടെ ഇരിക്കുന്ന ആരും തന്നെ 6 മണ്ണിന് അപ്പുറമായി വരികയില്ല എന്നുള്ള വസ്തുത പ്രിയമുള്ളവരെ നിങ്ങൾ അറിയേണ്ടത് ആവശ്യമാണ്. അതിനപ്പുറമായി മനുഷ്യന് ഒരു നിത്യതയുണ്ട്. ആ നിത്യതയിലേക്ക് പോകണമെങ്കിൽ ശരീരത്തിൽ ഇരിക്കുമ്പോൾ മാത്രമേ കഴിയുകയുള്ളൂ എന്നുള്ളത് വ്യക്തമായി അറിയണമേ. ഇന്ന് പകൽ ഞങ്ങൾ നിങ്ങളോട് വിളിച്ചു പറയുവാൻ ആഗ്രഹിക്കുന്നത്, ഈ ശരീരത്തിൽ ഇരിക്കുമ്പോൾ തീരുമാനമെടുക്കുന്നത് എവിടേക്ക് പോകണമെന്നാണ്. എന്നാൽ വിശുദ്ധ വേദപുസ്തകം അടിവരവിട്ട് വിളിച്ചു പറയുന്നു, ഈ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ഒരു തീരുമാനമുണ്ട് എങ്കിൽ അഖിലാണ്ടത്തിന്റെ ഉടയവനായ നസ്രയത്തുകാരനായ യേശുക്രിസ്തുവിനെ സ്വീകരിക്കുന്ന ഒരു മനുഷ്യന്റെ ജീവിതത്തിനകത്ത് വ്യത്യസ്തമായ ഒരു ജീവിതം നയിക്കുവാനിടയായി തീരും. അതേ പ്രിയമുള്ളവരെ, അങ്ങത്തരത്തിലുള്ള ഒരു ജീവിതമായിട്ടാണ് ഞങ്ങൾ ഈ പ്രദേശത്ത് ഇത്രയും ചെറുപ്പക്കാരടങ്ങുന്ന ഒരു സംഘം എത്തപ്പെട്ടിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഞങ്ങൾ നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുന്നുണ്ടത് ഇങ്ങനെയാണ്. ഇത് സുപ്രസാദ കാലമാണ്. ഇതാകുന്ന ഒരു രക്ഷാ ദിവസം. ഇന്ന് പകലിൽ നിങ്ങൾ യേശുക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിക്കുവാൻ ആഗ്രഹിക്കുന്നുണ്ടോ? നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഒരു മാറ്റം സംഭവിക്കാനിടയായി തീരാം. നിങ്ങൾ നിരാശയിൽ ഭാരപ്പെടുന്നവരാണോ? നിങ്ങൾ നെടുവീർപ്പെട്ടുകൊണ്ടിരിക്കുന്നവരാണോ? നിങ്ങളുടെ മക്കളെ ചൊല്ലി, നിങ്ങളുടെ മാതാപിതാക്കളെ ചൊല്ലി നിങ്ങൾ ലഹരി പദാർത്ഥത്തിന്റെ അടിമത്വത്തിലായിരിക്കുന്നുവോ? ഒരു ഡീഡിഷൻ സെന്ററുകളിലും പോകണ്ട, ഒരു വ്യക്തിയെ നിങ്ങൾ കാണേണ്ടതില്ല. നിങ്ങൾ ഇരിക്കുന്ന ഇരിപ്പിടത്തിൽ ഞങ്ങളുടെ സന്ദേശം നിങ്ങൾ ഹൃദയംഗമായി ഏറ്റുവാങ്ങി ആ സന്ദേശത്തിന്റെ മുമ്പാകെ ഒന്ന് മുട്ടുമടക്കുക നിങ്ങൾ ആഗ്രഹിക്കുകയാണ് എങ്കിൽ നിശ്ചയമായി നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഒരു സമാധാനം കണ്ടെത്തുവാൻ കഴിയും. ഇതുവരെ നിങ്ങൾ പല അമ്പലങ്ങളിലും അല്ലെങ്കിൽ പലവിധമായ രീതികളിലും ജീവിച്ചോ, ഇതുവരെ നിങ്ങളുടെ ജീവിതത്തിനകത്ത് സന്തോഷം ലഭ്യമായിട്ടില്ല എങ്കിൽ ഞങ്ങൾ നിങ്ങളോട് വിളിച്ചു പറയുന്നു, പ്രിയമുള്ളവരെ, ഒന്ന് യേശുക്രിസ്തുവിനെ ഒന്ന് ട്രൈ ചെയ്തു നോക്കൂ. നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഒരു വ്യത്യാസം ഉണ്ടാകുവാനിടയായി തീരും. നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഒരു മാറ്റം സംഭവിക്കാനിടയായി തീരും. ഇതുവരെ നിങ്ങൾ എങ്ങനെയായിരുന്നു എന്നല്ല, അടുത്ത ദിവസം നിങ്ങൾ എങ്ങനെയായി മാറിത്തീരണം. അങ്ങനെയെങ്കിൽ ഞങ്ങളുടെ സന്ദേശത്തിന്റെ മുമ്പാകെ നിങ്ങളൊന്ന് ഹൃദയത്തെ കൊടുക്കുവാൻ തയ്യാറാണോ? നിശ്ചയമായി നിങ്ങൾ അനുഗ്രഹിക്കപ്പെടുവാനിടയായി തീരും. പ്രിയമുള്ളവരെ, ഹൃദയംഗമായി വിശ്വസിച്ച വായ് കൊണ്ട് ഏറ്റുപറയുന്ന ഏതൊവനും രക്ഷിക്കപ്പെടുമെന്ന് വിശുദ്ധ വേദപുസ്തകം വിളിച്ചു പറയുമ്പോൾ ഒരു നേർച്ചകളും കാഴ്ചകളും വഴിപാടുകളും ഒന്നും ചെയ്യാതെ തന്നെ ഹൃദയംഗമായ യേശുവിനെ നിങ്ങളുടെ അകത്തളങ്ങളിലേക്ക് സ്വീകരിക്കുമോ? അവൻ നിങ്ങളുടെ രക്ഷകനായി നിങ്ങളുടെ അടുക്കിലേക്ക് ഇറങ്ങി വരും. അപ്പോൾ നിങ്ങൾ ചിന്തിച്ചേക്ക്, ഇത് ക്രിസ്ത്യാനികളുടെ ദൈവമല്ലേ? ഇത് ക്രിസ്ത്യാനികളുടെ പുസ്തകമല്ലേ വിശുദ്ധ വേദ പുസ്തകം? ഇല്ല ദൈവമക്കളെ, ഇല്ല പ്രിയമുള്ളവരെ, ഇത് ഒരു വ്യക്തിയുടെയും കുത്തകയല്ല. അവൻ യേശുക്രിസ്തു മാനവരാശിയുടെ രക്ഷയ്ക്ക് വേണ്ടി താരഭൂമിയിലേക്ക് ഇറങ്ങി വന്നവനാണ്. അതിന് ചരിത്രം, അതിന് ജാതിയില്ല, വർണ്ണ വ്യത്യാസമില്ല. കറുത്തവനെന്നോ വെളുത്തവനെന്നോ ചെറിയവനെന്നോ പണ്ഡിതനെന്നോ പാമനെന്നോ വ്യത്യാസമില്ലാതെ അവൻ നിങ്ങളെ സ്നേഹിക്കുകയാണ്. അതൊരു ക്രിസ്ത്യാനിയുടെ പുസ്തകം
പുസ്തകമില്ല. അത് മാനവരാശിയുടെ രക്ഷയ്ക്ക് വേണ്ടി ഉതകുന്ന ഒരു പുസ്തകമാണ്. ഇത് വായിച്ചു കഴിഞ്ഞാൽ ജീവിതത്തിന്റെ അകത്തളങ്ങളിൽ മാറ്റങ്ങൾ സംഭവിക്കും. ജീവിതത്തിന്റെ നെടുവീർപ്പുകൾ മാറുവാനിടയായിത്തീരാം. ആത്മഹത്യ പ്രവണതകൾ മാറുവാനിടയായിത്തീരാം. ലഹരി പദാർത്ഥങ്ങളിൽ നിന്ന് നിങ്ങൾ രക്ഷ നേടുവാൻ കഴിയും. അങ്ങനെയെങ്കിൽ ഞങ്ങൾ നിങ്ങളോട് വിളിച്ചു പറയുന്നു, പ്രിയമുള്ളവരെ, ഇന്ന് പകലിൽ ഈ സന്ദേശം നിങ്ങളുടെ വീട്ടിനകത്ത് നിങ്ങൾ എവിടെ ഇരുന്ന് നിങ്ങൾ കേൾക്കുന്നു, നിങ്ങളുടെ കാതുകളിൽ ഈ സന്ദേശം കേട്ടിട്ടുണ്ടെങ്കിൽ പ്രിയമുള്ളവരെ, അത് നിശ്ചയമായി നിങ്ങൾക്കൊരു അനുഗ്രഹം തന്നെയായി തീരും. അങ്ങനെയെങ്കിൽ ഈ യേശുവിനെ നിങ്ങൾ രക്ഷകനായി സ്വീകരിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങളായിരിക്കുന്ന ഇടത്തിരുന്നു കൊണ്ട് ഒരു നിമിഷം യേശു കർത്താവിനോട് ഇപ്രകാരം പറയാമോ? കർത്താവായ യേശുവേ, അങ്ങയെ ഞാൻ രക്ഷിതാവായി സ്വീകരിക്കുന്നു. എന്റെ ശരീരത്തെയും എന്റെ ആത്മാവിനെ നശിപ്പിക്കുന്ന ലഹരി പദാർത്ഥങ്ങളിൽ നിന്നും എന്നെ ഒന്ന് വിടുവിക്കണമേ. ഞാൻ അങ്ങയുടെ മകനായി, അങ്ങയുടെ മകളായി ഞാൻ അങ്ങയോട് ചേരുവാൻ ആഗ്രഹിക്കുന്നു. എന്നെ ഒന്ന് സഹായിക്കണമേ. എന്റെ ജീവിതത്തെ ഒന്ന് രക്ഷിക്കണമേ. എന്റെ പാപത്തിൽ നിന്നും എന്നെ ഒന്ന് വിടുവിക്കണമേ. ഒന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുവാൻ തയ്യാറാണ് എങ്കിൽ നിശ്ചയമായി നിങ്ങൾക്ക് ഇന്ന് യേശുവിനെ രുചിച്ചറിയുവാൻ കഴിയും. ആ യേശുവിന്റെ സ്നേഹം നിങ്ങളുടെ അകത്തളങ്ങളിലേക്ക് വരട്ടെ. ഇന്ന് പകൽ യേശു ക്രിസ്തുവിലേക്ക് മടങ്ങി വരിക. യേശു നിങ്ങളെ സ്നേഹിക്കുന്നു. യേശു നിങ്ങളെ വിടുവിക്കുവാൻ ഇടയായി തീരും. അതിനുവേണ്ടി നിങ്ങളുടെ ഹൃദയങ്ങളെ ഒന്ന് സമർപ്പിച്ചു കൊടുക്കൂ. ആ യേശുവിന്റെ സ്നേഹം നിങ്ങളുടെ അകത്തളങ്ങളിലേക്ക് വെളിപ്പെടട്ടെ. ആ യേശുവിലേക്ക് നിങ്ങൾ മടങ്ങി വരണമേ എന്ന് ഹൃദയപൂർവ്വം പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾക്ക് ഇവിടെ വിരാമം കുറിക്കുന്നു. തുടർന്ന് ദൈവദാസന്മാർ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. ഇതുവരെ ഞങ്ങളെ ശ്രമിച്ച എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ഞങ്ങളുടെ സ്നേഹം അറിയിക്കുന്നു. മറ്റൊരുത്തും രക്ഷയിലെന്ന രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ ഭൂമിയുടെ മേൽ നൽകപ്പെട്ട യേശു എന്ന നാമമല്ലാതെ വേറൊരു നാമമില്ല. ഒരു വാക്ക് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധനായ ദൈവമേ, ഈ ദേശത്ത് ബിസിനസ് ചെയ്യുന്ന യാത്രക്കാരായിരിക്കുന്ന വാഹനങ്ങൾ ഓടിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. സമാധാനവും സന്തോഷവും അവരുടെ ജീവിതത്തിൽ നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിച്ച് ജീവിതത്തിൽ സന്തോഷത്തോടെ മുന്നോട്ട് പോകാൻ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളോടൊപ്പമായിരിക്കുന്ന പ്രിയ സഹോദരങ്ങൾ എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കണം. യേശുവിൻ